ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിലും കർത്താവിൻ്റെ വലിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ലഭിച്ച സാവകാശത്തിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ നാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ആത്മീക പാഠങ്ങളാണല്ലോ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പാഠങ്ങൾ പറഞ്ഞ് ഉപസംഹരിച്ചിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്കും നല്ല കാരണങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വതന്ത്രനായ നിങ്ങളുടെ പിതാവ് നമ്മോട് യാചിക്കുന്നവർക്ക് നമ്മൾ എത്ര അറിവ് കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യും. ന്യായപ്രമാണവും പ്രവാചകന്മാരും മതി. ഈ വാക്യങ്ങളിൽ നാം കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില പ്രബോധനങ്ങൾ നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗം തുടക്കം മുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗത്തിലാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കാനും ധ്യാനിക്കാനൊക്കെ ഇടയായിട്ട് തീർന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രസംഗത്തിൽ കർത്താവ് പിന്നെയും പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടുള്ള ചില പ്രബോധനങ്ങൾ നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്തിനൊരു തലക്കെട്ട് കൊടുക്കാം: പ്രാർത്ഥനയ്ക്കുള്ള പ്രബോധനങ്ങൾ. അപ്പോൾ 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചെങ്കിൽ ഒരു മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഓർത്തായിരുന്നു. നമ്മൾ ആ പ്രാർത്ഥന കേവലം ഉരുവിടുകയല്ല, പിന്നെയോ പ്രാർത്ഥനയുടെ മനോഹരമായ മാതൃക നമ്മുടെ കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ മാതൃക നമുക്ക് വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ ആ മാതൃകകൾ ഓരോന്നേ വേറിട്ട് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ആ പ്രാർത്ഥന പഠിച്ചപ്പോൾ ആ ബന്ധത്തിൽ ഞാൻ എന്നെ വളരെ പ്രചോദിപ്പിച്ചൊരു സത്യം പറഞ്ഞായിരുന്നു: ഈ പ്രാർത്ഥനയുടെ മാതൃകയിൽ പ്രാർത്ഥിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് മാത്രമല്ല, ഉത്തരം കിട്ടും. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി നമുക്കുള്ള ആഹാരം നിശ്ചയമായിട്ടും കിട്ടും. പക്ഷേ നമ്മളതിൻ്റെ വിശദാംശത്തിൽ ഓർക്കുകയുണ്ടായി, ഈ മാതൃകാ പ്രാർത്ഥന അതിൻ്റെ എല്ലാ ഒരുക്കത്തോടും കൂടി ഒരാൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ പ്രാർത്ഥനക്കാരൻ രൂപാന്തരപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ആ സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നാം കൂടുതൽ പ്രാർത്ഥിക്കും തോറും നാം കൂടുതൽ രൂപാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീരും. ആ വിശദാംശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഉദാഹരണം ഞാനൊന്ന് പറയാം. നമുക്കറിയാം, ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ ആൾക്ക് പിന്നെ ലോകത്തിൽ ആരോടും വഴക്കോ പിണക്കമോ ഒന്നും ഇല്ലാത്തതായ സംശുദ്ധമായൊരു ഹൃദയം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതെന്തൊരു വലിയ രൂപാന്തരമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ആ നാടുകളിൽ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ കർത്താവ് ഈ മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ തന്നെപ്പോലെ തന്നെ രൂപപ്പെട്ടു വരണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്നുള്ളതായ കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ആ പഠിപ്പിച്ച പ്രാർത്ഥന അതിൽ തന്നെ എത്രയോ ജീവിതസ്പർശിയായിരിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഈ പ്രസംഗം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രസംഗമാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ 6-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥന, മാതൃക പ്രാർത്ഥന പഠിപ്പിച്ചെങ്കിൽ 7-ാം അധ്യായത്തിൽ ഈ പ്രസംഗത്തിൻ്റെ ഏകദേശം ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില പ്രബോധനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസംഗത്തിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ആവർത്തിച്ചുള്ള വിശദീകരണം നമ്മുടെ കർത്താവ് തരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ആ സത്യം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതായ സത്യം നമുക്ക് ഈ 2 പ്രാർത്ഥനാ ഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രാർത്ഥനയുടെ പ്രാധാന്യം ദൈവവചനത്തിൽ ധാരാളം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ 1-2 സൂചനകൾ ഞാനൊന്ന് ഈ ആമുഖത്തിൽ പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെരുശലേമിലെ സഭ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. 4-5 അധ്യായങ്ങളിലൊക്കെ പുറത്തു നിന്നുള്ള വലിയ ഉപദ്രവങ്ങൾ സഭയ്ക്ക് നേരിടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വീറോടുകൂടി അപ്പോസ്തലന്മാർ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പുറത്തു നിന്നുള്ള പ്രതികൂലത്തിൻ്റെ മുമ്പിലൊന്നും സഭ തളർന്നു പോയില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവർ അധികം ശക്തി പ്രാപിച്ച് ശക്തിയോടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇപ്പോൾ പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങളെ നമ്മളും പ്രതീക്ഷിക്കുന്നതായൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പ്രതികൂലം ഉണ്ടാകാതിരുന്ന കൊള്ളാമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ ഒരു വലിയ സത്യം ഇവിടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങൾ ഒരിക്കലും സഭയെ തളർത്തുവാൻ ഇടയായിട്ട് തീരുകയില്ല. അപ്പോസ്തലന്മാർ എന്ത് ധൈര്യമായിട്ട് നിന്നാണ്, നിങ്ങളെ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുകയില്ല, ഞങ്ങൾ ദൈവത്തെ അനുസരിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് എത്ര ധൈര്യത്തോടു കൂടിയാണ് അവിടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ സഭ തളരാനായിട്ട് തുടങ്ങുകയാണ്. കാരണം അവിടെ പുറത്തു നിന്നുള്ള പ്രതികൂലമല്ല, അകത്തുള്ള അനൈക്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൗരവമായൊരു മുന്നറിയിപ്പൂടെ പറയുകയാണ്. പുറത്തു നിന്നുള്ള പ്രതികൂലത്തേക്കാൾ ദൈവസഭയെ തളർത്താൻ സാധ്യതയുള്ളത് അകത്തുള്ളതായ അനൈക്യതയാണ്. അതുകൊണ്ട് ഞാൻ കൂടെ പറയാറുള്ളൊരു കാര്യമാണെങ്കിലും ഓർപ്പിക്കട്ടെ, നമുക്ക് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാനുള്ള മനഃപൂർവമായ സമർപ്പണം ദൈവസന്നിധിയിൽ സൂക്ഷിച്ച് ജീവിക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ഇതിനൊരു പ്രകാശനം ദൈവം തന്നതുകൊണ്ട് ഓർപ്പിക്കുക. നമ്മളിപ്പോഴത്തെ പുതിയ പോർഷനിൽ 11-ാം അധ്യായത്തിൽ
ദാവീദിൻ്റെ ചില വീരന്മാർ ചെയ്ത വീരകൃത്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ആ അധ്യായം വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യം എനിക്ക് വളരെ അധികം പ്രചോദനമായി തീർന്നൊരു വാക്യമാണ്. വായിക്കണമെന്നില്ല, നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതായ വാക്യങ്ങളാണല്ലോ. 19-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ചില വീരന്മാർ ചേർന്ന് ദാവീദിൻ്റെ ഒരു ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അത് ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരും. അപ്പോൾ അവിടെ ദാവീദിൻ്റെ വീരന്മാർ ധൈര്യത്തോടെ പോയി ശത്രുക്കളുടെ പാളയത്തിനുള്ളിൽ നിന്ന് ആ കിണറ്റിലെ വെള്ളം കോരിക്കൊണ്ടുവന്ന് ദാവീദിന് കൊടുക്കുവാനിടയായത്. ദാവീദ് കുടിച്ചില്ല. 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഇതെങ്ങനെ കുടിക്കാനാണ്? ഇത് തങ്ങളുടെ പ്രാണനെ ത്യജിച്ച് പോയ പുരുഷന്മാരുടെ രക്തമാണെന്നാണ് ദാവീദ് പറയുന്നത്. എനിക്ക് ആ പ്രയോഗം വല്ലാതെ എന്നെ ഇന്ന് രാവിലെ സന്തോഷിപ്പിച്ചതായൊരു കാര്യമാണ്. കാരണം ദാവീദിൻ്റെ വീരന്മാർക്ക് തങ്ങളുടെ പ്രാണനെ ത്യജിച്ച് തങ്ങളുടെ യജമാനൻ്റെ ആഗ്രഹം നിവർത്തിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീരന്മാരായി സാക്ഷ്യം വഹിക്കേണ്ട നമുക്ക് നമ്മുടെ പ്രാണനെ ത്യജിച്ചു ഈ വലിയ ശുശ്രൂഷ ഏറ്റവും നന്നായി നിർവഹിക്കുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. പ്രവൃത്തി 20-24-ാമത്തെ വാക്യം ഇന്ന് രാവിലെ ഞങ്ങൾ ആ അധ്യായം വായിക്കുമ്പോഴും ഓർക്കാനിടയായിട്ട് തീർന്നു. പൗലോസ് എന്നാ പറയുന്നത്? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഞാൻ എന്തിനിതിപ്പോൾ പറഞ്ഞെന്നറിയാമോ? നാം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്ത് സാക്ഷ്യം വഹിക്കണമെന്നുള്ളത് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിൻ്റെ ആഗ്രഹമാണ്. കാരണം ഈ മാളികമുറിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ തികഞ്ഞ ഐക്യതയിലേക്ക് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവത്തിൻ്റെ സഭ തുടക്ക നാളുകളിൽ തികഞ്ഞ ഐക്യതയിലാണ് സാക്ഷ്യം വഹിച്ചത്. ഒത്തിരി പ്രാവശ്യം ഈ ഹോളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ ആ വാക്യം അങ്ങ് പറഞ്ഞു പോകാം. പറയുന്നതിന് എനിക്കൊരു ഇഷ്ടവുമാണ്. പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ യെരുശലേമിലെ സഭയുടെ ഐക്യതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവർ ആയിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അടുത്ത വാചകം ആർക്കെങ്കിലും പറയാമോ? സകലവും അവർക്ക് പൊതുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു മനോഹരമായ സാക്ഷ്യമാണ് യെരുശലേമിലെ സഭയുടെ ഐക്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ സഭ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് ഐക്യതയോടെ പോകാവുന്നിടത്തോളം പോകാൻ കഴിയുന്ന വേറെ യാതൊരു പ്രസ്ഥാനവും ലോകത്തിലില്ല. കാരണം കർത്താവ് നമ്മെ പല സ്ഥലത്തു നിന്ന് രക്ഷിച്ച് ഒന്നാക്കി തീർത്തപ്പോൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നുള്ള അനുഗ്രഹീതമായ ബന്ധത്തിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ യോജിച്ച് ഒരു ശരീരമായിരിക്കുന്നത് പോലെ ഉള്ളതായൊരു യോജിപ്പ് വേറെ എവിടെ കാണാനാണ്? വേറെ എവിടെയും കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പം ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ പോകുന്ന സഭയിൽ ഒരനൈക്യതയുണ്ടായി. വളരെ ചെറിയൊരു കാര്യം. വിധവമാർക്ക് ആഹാരം കൊടുക്കുന്ന എന്തോരം നല്ല കാര്യമാണ്. പക്ഷേ ആ നല്ല കാര്യത്തിൻ്റെ ഉള്ളിൽ ഒരു അനൈക്യതയും പരാതിയും വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം അത് ആദിമസഭയെ അഭിമുഖീകരിച്ച ഏറ്റവും ഗുരുതരമായിട്ടുള്ളതായ പ്രതിസന്ധിയായിരുന്നു. ആഹാരം വിളമ്പുമ്പോൾ യവന ഭാഷക്കാരായ വിധവമാരെ അവഗണിക്കുന്നു, അവർക്ക് നന്നായി വിളമ്പി കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളതായ പരാതി ഉയരാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തിനിപ്പോൾ ഇത് പറഞ്ഞെന്നറിയാമോ? നമ്മൾ പ്രാണനെ ത്യജിച്ചും ദൈവസഭയുടെ
ഐക്യത സൂക്ഷിക്കാനുള്ള സമർപ്പണം പുലർത്തണം. അതാണ് നമ്മുടെ യജമാനന് ഇഷ്ടം. നാം നമ്മുടെ യജമാനൻ്റെ വീരന്മാരാണെന്നുള്ളത് കൊണ്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ യജമാനന് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ പ്രാണനെ ത്യജിച്ചു നാം ദൈവസഭയുടെ ഐക്യത സൂക്ഷിക്കുമ്പോൾ നമ്മുടെ യജമാനൻ നമ്മിൽ നിശ്ചയമായിട്ടും പ്രസാദിക്കുവാൻ ഇടയായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളരെ ഗൗരവമായൊരു പ്രതിസന്ധിയിൽ യെരൂശലേമിലെ സഭ അകപ്പെട്ടതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോസ്തലന്മാർ മുൻകൈ എടുക്കുന്നതാണ് നമ്മൾ അവിടെ 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ പരാതിയല്ലേ, എന്നാൽ ഞങ്ങളൊരു 6-7 പേര് ഇനി ആഹാരത്തിൻ്റെ കാര്യത്തിൽ ചുമതല മേശയിൽ ശുശ്രൂഷിക്കാനുള്ള ജോലി ഏറ്റെടുക്കാം എന്നവർ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ സത്യം അവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തി, അവരുടെ പേരൊക്കെ നമുക്കറിയാം, അവരുടെ യോഗ്യതയും നമുക്കറിയാം, പറ്റിയ ആളുകളെ കണ്ടെത്തി ആ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയാൻ ഞാനൊരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു. അപ്പോസ്തലന്മാർ എന്തു പറഞ്ഞു? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക, ദൈവം സഭയിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവും ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ നന്നായി ചെയ്യുന്നതാണ് ആ സഭ നന്നായി പോകുന്നതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതതിൻ്റേതായ സ്ഥാനവും അതതിൻ്റേതായ ജോലിയും ഉണ്ട്. ഈ ജോലി മാറി ചെയ്യാവുന്നതല്ല, സ്ഥാനം മാറ്റി വെക്കാവുന്നതുമല്ല. അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ സഭയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്ക് തന്നുള്ള കൃപാവരം വളരെ കൃത്യമായി മനസ്സിലാക്കി അത് വളരെ വിശ്വസ്തയോടെ ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ വേദഭാഗം പറഞ്ഞു വന്നപ്പോൾ അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ പോകാനായിട്ട് സാധിച്ചാൽ നാം യെരൂശലേമിലെ സഭയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്ന കാര്യം മണ്ണൂരിലെ സഭയെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്താനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഇത് ഈ തലമുറയിലും പ്രായോഗികമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇപ്പം ഞാനിത് പറഞ്ഞത് അപ്പോസ്തലന്മാർ ഉറ്റിരിക്കും, 2 കാര്യത്തിൽ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുൻഗണന ഏതിനാണ് കൊടുത്തത്? പ്രാർത്ഥനയ്ക്കാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ ആവർത്തിച്ചുള്ള സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കൊക്കെ അതിൽ കുറവുകൾ കാണും. ഈ പറയുന്ന ഞാൻ ഇതിലുള്ള പൂർണ്ണത കൊണ്ട് പറയുന്നതല്ല, ഒരാഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പലൊരു ശവസംസ്കാരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണല്ലോ. പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കാനായിട്ട് എപ്പോൾ വരെ സമയമുള്ളൂ? മരിക്കുന്നത് വരെ സമയമുള്ളൂ. ഈ സ്വീറ്റ് അവർ ഓഫ് പ്രെയർ എന്ന് തുടങ്ങുന്നൊരു മനോഹരമായ ഇംഗ്ലീഷ് പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒടുവിലത്തെ ലൈനിൽ പറയുന്നത് ഫെയർവെൽ പറഞ്ഞാണ് ആ പാട്ട് അവസാനിപ്പിക്കുന്നത്. എന്തിനാ ഫെയർവെൽ എന്നറിയാമോ? ഫെയർവെൽ ഫെയർവെൽ സ്വീറ്റ് അവർ ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ ആ മണിക്കൂറുകളോട് നമ്മൾ വിട പറയുകയാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുവരെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ സമയം അപ്പോസ്തലന്മാരുടെ വാക്കുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിൽ ഉറ്റിരിക്കാനായിട്ട് സാധിക്കട്ടെ.
ആ ഉണർവിൻ കാലഘട്ടത്തിലെല്ലാം ഇതിന് നൽകപ്പെട്ടിരുന്ന പ്രാധാന്യം നമുക്ക് തിരുവെഴുത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഈ പ്രാധാന്യത്തിൽ ഒരു ചരിത്രം കൂടി ഞാനിന്ന് പരാമർശിച്ചോട്ടെ. നമുക്കറിയാവുന്ന ചരിത്രമാകൊണ്ട് വായിക്കാതെ പറയാം. 12-ാം അധ്യായത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിലാണ്. നാളെ പത്രോസ് കൊല്ലപ്പെടും എന്നുള്ളതായ സാഹചര്യത്തിലും പ്രതീക്ഷയിലും ദൈവത്തിൻ്റെ സഭ ആയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഒരു മനോഹരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ സ്റ്റേറ്റ്മെൻറ്റ്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഈ സാധാരണ മനുഷ്യനൊരു കൂട്ടമെന്ന നിലയിൽ അവർക്കൊരു പരിഹാരം വരുത്തുവാൻ അസാധ്യമെന്ന് തോന്നുന്നതായ ഈ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ സഭ നിൽക്കുമ്പോൾ അവരതിന് പരിഹാരം കണ്ടെത്തിയത് അവർ ഒരുമിച്ച് കൂടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൻ്റെ മഹത്വം ഞാൻ ഇന്നലെയും ഒരു ശുശ്രൂഷയിൽ ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊന്ന് പറയേണ്ടതായിട്ട് വന്നപ്പോൾ റോമാലേഖനകാരൻ വിശ്വാസത്തെക്കുറിച്ച്, അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ കാര്യത്തിൽ വേറെ കാര്യമാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപക്ഷെ അങ്ങനെ ആശിക്കാൻ പോലും പത്രോസിൻ്റെ വിടുതൽ ആശിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ആദിമസഭ അന്ന് കടന്നു പോകുവാനിടയായിട്ട് തീർന്നത്. അപ്പോൾ വേറെ ഒരു പരിഹാരവും ഇല്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടി അവർ ദൈവസന്നിധിയിൽ വന്ന് ശ്രദ്ധയോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരം വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. കാരാഗൃഹത്തിലെന്ന പത്രോസ് ആ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടാനിടയായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്കുള്ള പ്രബോധനം നമ്മുടെ കർത്താവ് നൽകുന്ന ഭാഗത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ഉറ്റിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുടുംബവേദികളിലൊക്കെ കൂടെ പറയുന്നതായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കല്യാണ പ്രസംഗമൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് എന്ന് വരികിൽ അവർ ഒരുമിച്ച് മനോഹരമായ നിലയിൽ സാക്ഷ്യം വഹിച്ച് പാർക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലുമൊക്കെ ഈ പ്രാർത്ഥനയുടെ മഹത്വം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥന ഏറെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗവും അപ്പോസ്തലിക ചരിത്രവും നമ്മെ ആവർത്തിച്ച് ഓർപ്പിച്ചുണർത്തുകയാണ്. ആ സന്ദേശം അതുപോലെ ഉൾക്കൊള്ളേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പൊതുവെ പറയുകയാണ്. ഇവിടെ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില പ്രത്യേക സത്യങ്ങൾ പറയുകയാണ്. അതിലേക്ക് നമ്മൾ പിന്നെ വരും. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഈ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം സത്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഏറ്റവും ഒടുവിലത്തെ പ്രസംഗമാണല്ലോ മാളികമുള്ളിലെ പ്രസംഗം. ഈ ദിവസങ്ങളിൽ രാമമംഗലത്ത് ഞങ്ങൾ ആ പ്രസംഗം ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ആ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് ഒടുവിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇതുവരെ എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമ്മുടെ കർത്താവ്
അവിടെ പിന്നെയും ഓർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ എൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതായ കാര്യം ആ ഒടുവിലത്തെ രാത്രിയിൽ നമ്മുടെ കർത്താവ് കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതെന്നറിയാമോ? ഇന്ന് ക്രിസ്തീയ കോളത്തിലേക്ക് നോക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയേക്കാൾ എത്രയോ അധികം പ്രാർത്ഥനകളാണ് വേറെ നാമങ്ങളിൽ നടത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്നുള്ള വിലയേറിയ വചനം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ആ മധ്യസ്ഥതയെ മാറ്റി വേറെ മധ്യസ്ഥന്മാരുടെ നാമത്തിലുള്ള എന്തോരം പ്രാർത്ഥനകളും അങ്ങനെയുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ എത്രയോ വ്യാപകമായി തീർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്താ കർത്താവ് ഈ ഒടുവിലത്തെ രാത്രിയിൽ ഇത്രയും കൃത്യമായി ശിഷ്യന്മാരോട് പറഞ്ഞ വിഷയത്തിൽ ഇങ്ങനൊരു വ്യതിചലനം ഉണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നു? അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ ഈ രാത്രി വിശദീകരിക്കുന്നില്ല. ഞാനൊരു അപകട സൂചന പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളതിന് ഉറ്റിരിക്കേണ്ടവരാണ്. പക്ഷേ ഇതിൽ നമ്മൾ പല കാര്യത്തിലും തെറ്റിപ്പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവ് ഈ വിഷയത്തിൽ വേറിട്ട പ്രബോധനം നൽകുകയാണ്. നമ്മളൊക്കെ പലരും കുറച്ച് തെറ്റുന്ന ആളുകളാണ് എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ ഈ മറ്റ് ദുരുപദേശങ്ങളും മറ്റ് നാമങ്ങളിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മളെല്ലാം ഏറ്റവും ശരിയായിട്ടൊക്കെ പോകുന്നു എന്ന് വിചാരിക്കാറുണ്ട്. ഉപദേശപരമായി നമ്മൾ ശരിയാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ എത്രയോ വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് പ്രാർത്ഥനാ ബന്ധത്തിൽ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞുകൊടുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. അതിങ്ങനെ കൂടെ പറയുന്നതല്ലേ. നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞ 2 ഉപദേശവാക്യങ്ങൾ ഉണ്ട്. മത്തായി 6:14-15 വാക്യങ്ങൾ. അത് എല്ലാ ദിവസവും ഒന്ന് വായിച്ചാലും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വിഷയത്തിനൊരു ഉദാഹരണമായിട്ട് ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ പ്രസംഗത്തിലെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാം, സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അപ്പോൾ എന്ത് ഗൗരവമായൊരു പ്രമാണമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതൃകാ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കർത്താവ് തുടർന്ന് പറയുന്നതായി നമ്മൾ കാണുന്നത്. പറഞ്ഞത് ഈ യോഗ്യത മീറ്റ് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കാരണം ഈ യോഗ്യത മീറ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവത്തിന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഈ യോഗ്യത മീറ്റ് ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയോ ഉന്നതമായ ആത്മീക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ യോഗ്യത മീറ്റ് ചെയ്താൽ നമുക്ക് ആരോടും ഒന്നും ഇല്ലാത്തതായ നല്ല മനസ്സ് സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രാർത്ഥന നല്ലതാണ്. ഈ പ്രാർത്ഥനയുടെ വഴിയിലും നമ്മളൊക്കെ തെറ്റിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. തെറ്റാതെ ഈ പ്രമാണമൊന്നും പാലിക്കാതെ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും മണിക്കൂറുകൾ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ നന്മ അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക്
കർത്താവ് തന്ന ഈ പ്രബോധനം എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിനടിവരയിട്ട് നമുക്ക് ഈ സത്യത്തോട് അടുക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഒരു മുന്നറിയിപ്പ് കൂടെ പറയുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യൻ ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ വേറെ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ ഉത്തരം ദാനിയേലാണെന്നാണ് എൻ്റെ ഉത്തരം. എന്തോ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് ദാനിയേൽ. പക്ഷേ ഈ ദാനിയേലിന് താൻ ഉൾക്കൊണ്ടിട്ടുള്ള പ്രാർത്ഥനാ നിയമം തെറ്റിക്കേണ്ടതിനു വേണ്ടി പിശാച് വലിയൊരു കണി ഒരുക്കി. ദാനിയേലിനെതിരെ ഒരുക്കിയെങ്കിൽ നമ്മൾ വെറുതെ ഇടുമെന്ന് വിചാരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ എന്ന പ്രാർത്ഥനാ മനുഷ്യനെ തെറ്റിക്കാനായിട്ട് എന്തോ ഒരു വലിയ കണിയാണ് ഒരുക്കിയത്. അത് ഞാൻ വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദാനിയേൽ പറഞ്ഞ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, രാജകൽപ്പന പുറപ്പെടുകയാണ്. 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പക്ഷേ ദാനിയേലിന് പ്രാർത്ഥനയുടെ നിയമം അറിയാം. ദാനിയേലിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ദാനിയേൽ തൻ്റെ പ്രാർത്ഥനയുടെ ക്രമവും ഏറ്റവും കൃത്യമായി സൂക്ഷിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ 1-19 എന്ന് പറഞ്ഞ പ്രയോഗം ഇവിടെയും വേണമെങ്കിൽ ഓർക്കാൻ കേട്ടോ. പ്രാണനെ ത്യജിച്ചും ദൈവം കൊടുത്ത ബോധ്യം അത് മുറുകെ പിടിക്കാനായിട്ട് ദാനിയേൽ തീരുമാനിച്ചു. നമുക്കറിയാം, ദാനിയേൽ ദൈവത്തിൻ്റെ ജനം ആത്മീകമായി ഏറ്റവും തളർന്നു കിടന്ന കാലഘട്ടത്തിൽ വളർന്നു വന്നതായൊരു ബാലനാണ്. അത് എന്നെ എപ്പോഴും ആവേശപ്പെടുത്തുന്നതായൊരു കാര്യമാണ്. ദാനിയേൽ ഒരു ബാലനായിരിക്കുമ്പോൾ ആരായിരുന്നു രാജാവെന്ന് ദാനിയേൽ പറയുന്ന 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്. ആളുടെ പേരെന്ന് പറയുന്നത് യഹോവയാക്കി. അദ്ദേഹമായിരുന്നു രാജാവ്. അദ്ദേഹം ഏറ്റവും വലിയൊരു ക്രൂരകൃത്യം ചെയ്ത ആളാണ്. നമ്മൾ എടുത്തു വായിക്കുന്നില്ല. യിരെമ്യാ പറയുന്ന 36-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് എഴുതിയ ചുരുൾ ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ കത്തി കൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോട്ടിൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞ മനുഷ്യനാണ് ഈ രാജാവ്. രാജാവിൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ ഒരു ടീനേജറായിരിക്കുന്ന ദാനിയേൽ ഉൾപ്പെടെ ചില ആളുകൾ അവർ ബാബേലിൽ പ്രവാസികളായിട്ട് ചെല്ലുമ്പോൾ ദൈവവചനത്തിൻ്റെ ഏറ്റവും കൃത്യമായ സൂക്ഷ്മാംശങ്ങൾ അതുപോലെ പാലിക്കേണ്ടതിന് വേണ്ടി ആ തിരുവെഴുത്തുകളെ മുറുകെ പിടിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും നാം കാണുന്നു. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേലിനെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത്രയും ആത്മീകമായി തകർന്ന കാലഘട്ടത്തിൽ ഈ ബാലന്മാർ ഇപ്പം ഈ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ദാനിയേൽ വളരെ വയോവൃദ്ധനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ബാല്യം മുതൽ തന്നെ അന്യദേശത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ എത്രയോ കൃത്യമായി മുറുകെ പിടിച്ചാണ് ഈ ബാലന്മാർ സാക്ഷ്യം വഹിച്ചത്. ഞാനൊരു ടീനേജറായിരിക്കുമ്പോൾ എന്നെ വെല്ലുവിളിച്ച ഒരു ചരിത്രമാണത്. അതുകൊണ്ട് എനിക്കിത് മറക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ദാനിയേലിൻ്റെ പ്രായത്തിലേക്ക് വന്ന് ഒരുപക്ഷെ ജീവിത സായാഹ്നത്തിലേക്ക് അടുക്കുന്ന നാളുകളിലാണ് ഇങ്ങനെയൊരു വലിയ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ദാനിയേൽ തീരുമാനിച്ചു, സിംഹഗുഹയിൽ പോകണമെങ്കിൽ പോകാം, അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ പോകാം. ദൈവം തന്ന ഈ നിയമം ഞാൻ തെറ്റിക്കാൻ ഒരുക്കമല്ല എന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവം നോക്കുന്ന അങ്ങനെയുള്ള ആളുകളെയാണ്. എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവ് തന്നിട്ടുള്ളതായ പ്രമാണങ്ങളെ ഇടം വലം നോക്കാതെ അതിൻ്റെ മറ്റ് പ്രത്യാഘാതങ്ങളെ നോക്കി ആശങ്കപ്പെടുവാൻ ഇടയായിട്ട് തീരാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കാൻ ഒരുക്കമുള്ള ആളുകളെ നോക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രമാണങ്ങളെ
നാം മുറുകെ പിടിക്കുവാൻ സമർപ്പണമുള്ളവരല്ലെങ്കിൽ നമ്മെ പിശാച് തെറ്റിച്ച് കളയുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിലും പ്രാർത്ഥനയുടെ ബന്ധത്തിൽ കഠിനമായ ദുരുപദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ തെറ്റിപ്പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തെറ്റിപ്പോകാനുള്ള സാധ്യത എത്രയോ അധികമാണ്. ഒരു പരിചയമുള്ള ഉദാഹരണം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പോയ 2 ആളുകളുടെ കാര്യം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വായിക്കുന്നില്ല കേട്ടോ. ലൂക്കോസ് 18-9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോയ പരീശനും പ്രാർത്ഥിക്കാൻ പോയ ചുങ്കക്കാരനെയും കുറിച്ചുള്ള ഉപമ കർത്താവ് പറയുകയാണ്. പ്രാർത്ഥന ശരിയാകേണ്ടത് ആരുടെയാണ്? ശരിക്കും പരീശൻ്റെയാണ്. കാരണം അദ്ദേഹമാണ് വചനം അറിയാവുന്നയാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നോക്കണേ. അതിൻ്റെ ദോഷങ്ങൾ ഞാൻ പറയാനായിട്ട് ഈ സമയം ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വർഗത്തിന് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, വചനം അറിയാമെന്ന് വിചാരിക്കുന്ന ഈ പരീശൻ എത്രയോ ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ പാപിയെന്ന് കുറ്റപ്പെടുത്തപ്പെടുന്നതായ ചുങ്കക്കാരൻ മാറി നിന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് അവൻ മാറത്തടിച്ച് എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെയെല്ലാം ഒരു സത്യം ഒന്ന് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഉണരാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവം തന്ന പ്രമാണത്തിൻ്റെ വഴിയിൽ വളരെ കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും തന്ന പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാ കാര്യങ്ങളും ഈ പ്രബോധനത്തിൽ ഇല്ല, ഉള്ള കാര്യങ്ങൾ നമുക്ക് വേറിട്ട നിലയിൽ മുറുകെ പിടിക്കത്തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിലേക്കൊന്ന് പ്രവേശിച്ച് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. 7-ാമത്തെ വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് വായിക്കണ്ടേ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അപ്പോൾ ഇവിടെ കർത്താവ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ 3 വാക്കുകൾ തൻ്റെ അനുവാചകരിലേക്ക് കൈമാറുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 3 വാക്കുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും നമ്മൾ ഈ വാക്കുകളിലൂടെ ചുരുക്കമായിട്ട് ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ആദ്യ വാക്ക്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത്, പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും വേറൊരു വാക്കാണ് പറയുന്നത്, യാചിപ്പിൻ, യാചിപ്പിൻ. അപ്പോൾ ഈ വാക്ക് അതിൽ തന്നെ വേറിട്ട് പ്രാധാന്യമുള്ളതായൊരു വാക്കാണ്. യാചിക്കുന്നതും ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. യാചിക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? യാചകന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലൊരു സാരമായ സന്ദേശം ഉണ്ട്. യാചിക്കുന്നത് വളരെ താഴ്മയോടെയുള്ള ഒരു
ചോദിക്കലാണ്. എന്ന് പറഞ്ഞാൽ ചോദിക്കുക, പക്ഷേ വളരെ താഴ്മയോടെയുള്ളൊരു ചോദിക്കലാണ്. യാചിക്കുക എന്നുള്ളതിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഉപമയിലെ പരീശൻ അത് യാചനയല്ലോ ആണോ? നമുക്കറിയാം, അവൻ തന്നെത്താൻ ഉയർത്തി ഉള്ളതായ വാക്കുകളാണ് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. താൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നതും നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നതും, അങ്ങനെ തൻ്റെ ഗുണങ്ങൾ താൻ തന്നെ പറയുകയാണ്. അടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ കൊണ്ടൊരു കുത്തും കൊടുത്താണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയും അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് അഹങ്കരിക്കുന്ന ഒരാൾ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലുള്ള അടിസ്ഥാനപരമായ പരാജയവും അഹങ്കാരവും നിഗളം എന്ന പരാജയമായിരുന്നു. അത് ഞാൻ ഇന്ന് രാത്രി പറയുക, നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗുരുതരമായ പാപം നമ്മിൽ വന്നു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. നമ്മൾ അധികവും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യോഗകളിൽ അത്രയൊന്നും മുട്ടുകുത്തുന്നില്ലെന്നേ ഉള്ളൂ. മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നത് തന്നെ എന്തിൻ്റെ ലക്ഷണമാണെന്നറിയാമോ? താഴ്മയുടെ ലക്ഷണമാണ്. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കസേരയിലൊക്കെ ഇരുന്ന് നമ്മളിപ്പോൾ യോഗത്തിനൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ സാധിക്കുന്നിടത്തോളം മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഉത്സാഹിക്കണം. ഈ പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിനെ യാത്ര അയക്കാൻ പോയ ആളുകളെ എവിടെ പോലും മുട്ടുകുത്തിയത് അവർ വായിക്കും. കടൽക്കരയിൽ മുട്ടുകുത്തിയാണ് അവർ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കർത്താവ് പറയും യാചിപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മളൊരു പ്രാർത്ഥനാ ചരിത്രം ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. അഹവ ആറ്റിൻ്റെ അരിയിൽ ഒരു വലിയ പ്രാർത്ഥനായോഗം നടന്നു. 2 ലക്ഷ്യമുണ്ടായിരുന്നു ആ പ്രാർത്ഥനായോഗത്തിന്. ഒന്ന്, ആർക്കെങ്കിലും പറയാമോ? തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്താൻ. പിന്നെ ശുഭയാത്ര ദൈവത്തോട് ചോദിക്കാൻ. ദൈവാലയം പണിയാനൊക്കെയുള്ള വലിയ സമ്പത്ത് കൊണ്ടുള്ള യാത്രയാണ്. കള്ളന്മാരൊക്കെ അത് അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കത്തക്കവണ്ണം സ്വർഗീയമായ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആ വാക്യം പറഞ്ഞത് നമ്മുടെ സഭായോഗങ്ങൾക്കും പ്രധാനപ്പെട്ടതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ബൈബിൾ ക്ലാസ്സിന് ഒരുമിച്ച് കൂടിയാലും നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ വലിയവനായ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്, അത് പറയുകയാണ്. അപ്പോൾ പറയുന്നവർ എത്രയോ അധികം താഴ്മയോടെ പറയണം, കേൾക്കുന്നവർ എത്രയോ അധികം താഴ്മയോടെ അത് കേൾക്കാനിടയാകണം. നമ്മൾ പ്രാർത്ഥനായോഗത്തിന് വരികയാണ്. പ്രാർത്ഥനായോഗത്തിന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തേണ്ടതിന് വേണ്ടി ഒരുമിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ സഭയായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവാണല്ലോ നമ്മുടെ യോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായിട്ട് ഇരിക്കുന്നത്. ആ സാന്നിധ്യബോധം നമ്മെ നിശ്ചയമായും വിനയപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞ ഈ പ്രബോധനവും എത്രയോ പ്രധാനപ്പെട്ടതായ പ്രബോധനമായിട്ടാണ് ഇരിക്കുന്നത്. മറുവശത്തുള്ളതായ ആ ചുങ്കക്കാരൻ തന്നെത്താൻ താഴ്ത്തി അവൻ ദൈവകൃപ അനുഭവിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ ചുങ്കക്കാരൻ 18-ന്റെ 13-ാം വാക്യത്തിൽ ചുങ്കക്കാരനോ
ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന തുടങ്ങുന്ന വാക്ക് നമ്മൾ ആ പഠിപ്പിച്ച പ്രാർത്ഥന ഓർത്തിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ചുങ്കക്കാരനെ പോലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും കണ്ട് എല്ലാ വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഈ താഴ്മയില്ലാത്ത പ്രാർത്ഥനയെ സ്വർഗത്തിന് ആദരിക്കാനായിട്ട് കഴിയില്ല. 1 പത്രോസ് 5-ന്റെ 5-ാം വാക്യം പരാമർശിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവനിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അടുത്ത വാചകം, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനയെക്കുറിച്ച് താഴ്മയുടെ പ്രതീകമായിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ച, നമ്മുടെ കർത്താവ് പറഞ്ഞാൽ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ആ താഴ്മയെക്കുറിച്ചുള്ള ആഹ്വാനം തൻ്റെ ജീവിതം കൊണ്ട് കൊടുത്ത ആ ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി എല്ലാ വിനയത്തോടു കൂടി യാചിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ഒരൊറ്റ പ്രബോധനം നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന ദൈവകൃപ വളരെ അധികമായിരിക്കും. അതിൻ്റെ മഹത്വം വളരെ അധികമായിരിക്കും. അതുകൊണ്ട് ആ വലിയ അനുഗ്രഹത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നമ്മുടെ പ്രാർത്ഥനയിലും നയിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.